ടെലിവിഷൻ ചാനലുകളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും വഞ്ചിക്കുന്ന വഞ്ചനാപരമായ തട്ടിപ്പിന്റെ ഇടപെടലുകൾ നടന്നതിന്റെ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. റേറ്റിംഗ് യുദ്ധം നടക്കുന്ന ചാനലുകൾക്കിടയിൽ റേറ്റിംഗ് യുദ്ധം നടക്കുന്ന കേരളത്തിൽ ഒരു ചാനൽ ഉടമ പണം കൊടുത്ത് റേറ്റിംഗ് തങ്ങൾക്ക് അനുകൂലമാക്കാനും എതിരാളികളെ പിന്തള്ളാനും വേണ്ടി ഇടപെട്ടതിന്റെ അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ വിവരങ്ങൾ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഈ വിഷയം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ ഭാഗമായ അന്വേഷണങ്ങൾ നടന്നു വരികയുമാണ്. അല്പം മുൻപ് DGP റവാഡ ചന്ദ്രശേഖർ 24നോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നത് ഈ വിവരങ്ങളുടെ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 24ന്റെ വെളിപ്പെടുത്തലിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം 24നോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഇപ്പോൾ ഇതാ കേരള പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, പ്രാഥമികമായ വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് 24 പുറത്തുവിട്ട ഈ വാർത്തയിൽ. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമെങ്കിൽ അത് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ടാൽ അക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കും, ക്രിമിനൽ നടപടി പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് 24നോട് പറഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് 24 ഈ വാർത്ത പുറത്തുവിട്ടത്. ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ടിടപെട്ടതിന്റെ വിശദാംശങ്ങളാണ് 24 ഓപ്പറേഷൻ സത്തിയിലൂടെ മാസങ്ങളോളം 24 അന്വേഷണ സംഘം നടത്തിയ ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. അത് വെറും ആരോപണമെന്ന നിലയിലല്ല, അതിനാധാരമായി വാട്സാപ്പ് കോളുകളുടെ വിവരങ്ങൾ, വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ സംസ്ഥാനത്തെ ഒരു ചാനൽ ഉടമയും മുംബൈയിലെ ബാർക്കിലെ ഒരു ജീവനക്കാരനായിട്ടുള്ള ടെലിവിഷൻ പ്രേക്ഷകരുടെ ടെലിവിഷൻ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ടെലിവിഷൻ ഏജൻസി, അത് ഔദ്യോഗികമായ ഏജൻസിയാണ് ബാർക്ക് എന്നത്, ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ. ആ ബാർക്കിലെ ഒരു മിഡിൽ മാനേജ്മെന്റ് ജീവനക്കാരൻ പ്രേംനാഥും നടത്തിയിട്ടുള്ള വലിയ കോടികളുടെ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇത്തരം തെളിവുകളിലൂടെ 24 ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. 50,000 കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അഥവാ പ്രേക്ഷകർക്ക് അറിയുന്ന ബാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങി എന്നതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമാകുന്നത്. ഇനി പറയാൻ പോകുന്നത് മുൻപ് പറഞ്ഞ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥ് എന്ന ബാർക്കിലെ ജീവനക്കാരന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയ വഴിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ക്രിപ്റ്റോ കറൻസി USDT വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സാപ്പ് ചാറ്റുകളും ഉണ്ടായിരുന്നു. ആ വാട്സാപ്പ് ചാറ്റുകളാണ് പ്രേക്ഷകർ അല്പം മുൻപ് കണ്ടത്. ബാർക്ക് ഡേറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഘത്തിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർ അറിയുകയാണ് 24ലൂടെ. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ ഈ പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് തട്ടിപ്പിലൂടെ 100 കോടിയോളം രൂപ എത്തിയിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റു പലരിലേക്കും പണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഓപ്പറേഷൻ സത്തിയിലൂടെ 24 പുറത്തുവിടുന്ന വിവരങ്ങൾ. ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ചാനൽ ഉടമയും ബാർക്കിലെ മുംബൈയിലെ ജീവനക്കാരനായ പ്രേംനാഥും നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് 24 പുറത്തുവിട്ടിരിക്കുന്നത്. പ്രേംനാഥും ഈ ചാനൽ ഉടമയും മാത്രമല്ല ഈ തട്ടിപ്പ് ശൃംഖലയിലെ കണ്ണി എന്ന കാര്യവും വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഇതാ 24 പുറത്തുവിട്ട വാർത്തയിൽ കേരള പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാന DGP റവാഡ ചന്ദ്രശേഖർ ഈ അന്വേഷണം ആരംഭിച്ചതായി അല്പസമയം മുമ്പ് 24നോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളാണ് എത്തിയത്. ക്രിപ്റ്റോ കറൻസിയായ USDT വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങളും 24 പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രേംനാഥ് എന്ന ബാർക്കിന്റെ ജീവനക്കാരൻ മാത്രമല്ല, അതിന് പിന്നിൽ ഒരു വലിയ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ബാർക്ക് എന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതാണ്. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഇലക്ഷൻ ദിവസങ്ങളിലോ മറ്റു ദിവസങ്ങളിലും ഒക്കെ ബാർക്ക് റേറ്റിംഗിൽ മുന്നിലെത്തിക്കഴിഞ്ഞാൽ വലിയ പരസ്യങ്ങൾ നൽകാറുണ്ട്. 24ഉം അങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റിംഗ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തുന്നത് സത്യസന്ധമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് എന്ന വിശ്വാസത്തെ
നിയമത്തിന്റെ പുറത്താണ് അത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നത്. മറ്റു ചാനലുകളും കേരളത്തിൽ ഇതേപോലെ സമാനമായ രീതിയിൽ പരസ്യങ്ങൾ നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ പണം കൊടുത്ത് മറിയാവുന്നതാണ്, പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണ് ടെലിവിഷന്റെ റേറ്റിംഗ് എന്ന് ബോധ്യപ്പെടുകയാണ്. അതിന് ഒരു കാരണക്കാരനായി നിൽക്കുകയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് കേരളത്തിലെ ഒരു ചാനൽ ഉടമ. അയാൾ സമ്പർക്കം പുലർത്തിയതാകട്ടെ പ്രേംനാഥ് എന്ന ബാർക്ക് ജീവനക്കാരനാണ്. അയാൾക്ക് കോടികൾ നൽകിക്കൊണ്ടാണ് അവരുടെ ചാനലിനെ മുന്നിലെത്തിക്കുകയും എതിരാളികളെ പിന്നിലാക്കുകയും ചെയ്യുന്ന പണം കൊടുത്തുള്ള തന്ത്രം പയറ്റിയിരിക്കുന്നത്. പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് അങ്ങനെ 100 കോടിയോളം രൂപ എത്തിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിന് ഇതര സംസ്ഥാനങ്ങളിലും പുറത്തും പല സംസ്ഥാനങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കേവലം 24 നടത്തിയ പരിശോധനകൾ മാത്രമല്ല, സംസ്ഥാന പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു. ഈ കാര്യങ്ങളിൽ സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് 24ന്റെ ആത്യന്തികമായ ലക്ഷ്യം. 24 എന്ന ചാനലിന്റെ നിലനിൽപ്പിനെ മാത്രമല്ല, കേരളത്തിലെ പ്രേക്ഷകരെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രേക്ഷക പ്രീതിയുണ്ട് എന്ന് തട്ടിപ്പിലൂടെ തെറ്റായി വിവരങ്ങൾ നൽകിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ഉടമയ്ക്കും എതിരെയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ കൂടിയാണ് 24 ഈ കാര്യങ്ങളിൽ വിവരശേഖരണം നടത്തിയത്. ഇനി അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെത്തുമെന്ന പ്രതീക്ഷ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. 24ന്റെ ഓപ്പറേഷൻ സത്യ എന്ന അന്വേഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ അത് കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്, ബാർക്കിന് കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെ ഈ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് ഇവരൊക്കെയാണ്. എന്ത് നടപടിയായിരിക്കും ഇവർ സ്വീകരിക്കുക എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം. ഏതായാലും ഇത് ചെറിയ അഴിമതിയല്ല, ചെറിയ തട്ടിപ്പല്ല, ചെറിയ കൊള്ളയല്ല, വലിയൊരു കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്, വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കൊള്ളയും ഇത്തരം തട്ടിപ്പും ഇത്തരം അഴിമതിയും ഒക്കെ 24ന്റെ അന്വേഷണ സംഘം മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിലൂടെ, അതും ആരോപണം എന്ന നിലയിലല്ല, വാട്സാപ്പ് ചാറ്റിൻ്റെയും വാട്സാപ്പ് കോളിൻ്റെയും ഒക്കെ വിവരങ്ങൾ അതുൾപ്പെടെയാണ്, അത് വിളിച്ച സമയം, അതിൻ്റെ തീയതി തുടങ്ങിയവയൊക്കെ ചേർത്താണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലെ മാധ്യമരംഗം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയായി നമുക്കിതിനെ കാണാം. ഏതായാലും വലിയ തട്ടിപ്പ്, വലിയ കൊള്ള നടത്തിയിരിക്കുന്നു. കോടികൾ എറിഞ്ഞുകൊണ്ടാണ് ഈ നിലയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ മുന്നിലെത്താനുള്ള തന്ത്രം, ആ തന്ത്രമാണ് 24ന്റെ അന്വേഷണ സംഘം ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. വലിയ കോഴയാണ്, വലിയ തട്ടിപ്പുകളാണ്, കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈമറിഞ്ഞിരിക്കുന്നത്. 100 കോടിയോളം രൂപയാണ് ട്രസ്റ്റ് വാലറ്റിൽ, പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിലെ ജീവനക്കാരൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ആ 100 കോടി രൂപ പലർക്കായി പിന്നീട് കൈമാറ്റം ചെയ്തതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരായിട്ടുള്ള സമ്പൂർണ്ണ തെളിവുകളോടുകൂടിയാണ് 24 ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സത്യ. ഇക്കാര്യത്തിൽ ഇതാ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.